കടമ്മനിട്ടയുടെ കോഴി എന്ന കവിത കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോഴിയെ സിമ്പലാക്കി മനുഷ്യന്റെ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. മനുഷ്യൻ എപ്പോഴും അമ്മയുടെ ലാളനയും മറ്റുള്ളവരുടെ കരുതലൊന്നും കിട്ടിയെന്ന് വരില്ല. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനാണ്. പലതരത്തിലുള്ള കെണികളും വഞ്ചനകളും നേരിടേണ്ടി വരുമ്പോൾ കണ്ണ് വേണം, മുകളിലും താഴെയും ഇരുപുറവും വേണം, എപ്പോഴും വേണം. പോരാ, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണും വേണം. എന്നാലേ വളരെ കറക്റ്റായി ജീവിക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹം ആ കവിതയിൽ പറയുന്നത്. ശരിക്കും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. അതായിരിക്കാം കവി തള്ളക്കോഴിയെ സിമ്പലാക്കുന്നത്. കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്ന ഒരേ ഒരു പക്ഷിവർഗം അത് കോഴി മാത്രമാണ്. തള്ളക്കോഴി കുഞ്ഞിക്കോഴികളെ നോക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നതിന് വിവിധ തരത്തിലുള്ള ക്ലക്ക് ശബ്ദങ്ങളുണ്ട്. 30 അടിസ്ഥാന വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ഭാഷാ ശ്രേണിയാണ് ഈ തള്ളക്കോഴിയും കുഞ്ഞുകോഴികളും തമ്മിലുള്ള ഭാഷ. വീട്ടിൽ കോഴിയുള്ളവര് ശരിക്കും ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. കൊത്തിത്തിന്നാൻ വിളിക്കുന്ന ശബ്ദം വേറെ, ഓടി ചിറകിനുള്ളിൽ കയറാൻ വിളിക്കുന്ന ശബ്ദം വേറെ, സംതൃപ്തി പ്രകടിപ്പിക്കുന്നതിന് വേറെ, ഭക്ഷണ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിന് വേറെ, അങ്ങനെ ക്ലക്ക് ശബ്ദങ്ങളുടെ ഒരു പരമ്പര തന്നെ കോഴി പുറപ്പെടുവിക്കും.